ഞാൻ ഇന്നലെ അവനെ കണ്ടിരുന്നു. അവൻ എന്നോടൊന്നും മിണ്ടിയില്ല. മലയാളത്തിലുള്ള 2 സെന്റൻസസ് അല്ലേ? ഞാൻ ഇന്നലെ അവനെ കണ്ടിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഐ, ഇന്നലെ യെസ്റ്റർഡേ, അവൻ എന്നുള്ളത് ഹിം, കണ്ടിരുന്നു എന്നുള്ളത് പാസ്റ്റ് സെന്റൻസ് ആണല്ലോ. അപ്പൊ സീന്റെ പാസ്റ്റ് ആയിട്ടുള്ള സോ ആണ് വരിക. ഐ സോ ഹിം യെസ്റ്റർഡേ എന്നാണ് വരിക. ഐ സോ ഹിം യെസ്റ്റർഡേ. ഐ സോ ഹിം യെസ്റ്റർഡേ. അവൻ എന്നോടൊന്നും മിണ്ടിയില്ല എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ പറയാ? അവൻ ഹി നമ്മൾ പറഞ്ഞു, എന്നോട് മീ. ഒന്നും മിണ്ടിയില്ല എന്നുള്ളതിന് ഡിഡ്ന്റ് സേ എനിത്തിങ് എന്ന് പറയാം. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. എന്നോടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ടു മീ. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ് ടു മീ. ഇവിടെ ഡിഡ് വന്നതുകൊണ്ടാണ് സെഡ് എന്നുള്ളതിൻ്റെ പ്രസന്റ് ഫോം ആയിട്ടുള്ള V1 ഫോം ആയിട്ടുള്ള സേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പ്രവൃത്തി, അതായത് വേർബ് ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. ഫസ്റ്റ് സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. ഞാനാണ് അവനെ കണ്ടത്. കാണുക എന്നുള്ള ഈ സോ ആണ് ഇവിടെ വേർബ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ ആയിട്ട് വരുന്നത്. ഈ ആക്ഷൻ ചെയ്യുന്നത് ആരാ? കാണുക എന്നുള്ളൊരു ആക്ഷൻ ചെയ്തത് ഐ ആണല്ലേ. സോ ഐ ആണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. അതായത് ചെയ്യുന്ന ആൾ, കർത്താവ് എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഇനിയിപ്പം സെക്കൻഡ് സെന്റൻസ് വരുമ്പോൾ ഹി ഡിഡ്ന്റ് സേ എനിത്തിങ് ടു മീ. ഇതിലേതാണ് വേർബ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ആക്ഷൻ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് ആരാണെന്ന് മനസ്സിലാവും. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കമൻറ്റ് ഡൗൺ ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റെക്കമെൻഡ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.